സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വാവുബലിയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പിതൃതർപ്പണം ചെയ്യുന്ന ദിവസമാണ്. ഹിന്ദു ആചാരപ്രകാരവും സനാതനധർമ്മത്തിലൊക്കെ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും പുണ്യമായൊരു ദിവസം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോകൾ നമുക്ക് ആരംഭിക്കാം. ഏറ്റവും മനോഹരമായൊരു വാർത്തയാണ് രാവിലെ നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നത്. 59 രാജ്യങ്ങളിലേക്ക് ഇനി വിസ എടുക്കാതെ പോകാം. സാധാരണ അങ്ങനെ പോകാൻ കഴിയില്ലായിരുന്നു. ധാരാളം രാജ്യങ്ങളിൽ പോകണമെങ്കിൽ നമ്മൾ വിസ എടുക്കണമായിരുന്നു. മലേഷ്യയിലോ തായ്ലൻഡിലോ അല്ലെങ്കിൽ മാലിദ്വീപിലോ മൗറീഷ്യസിലോ ഒക്കെ പോകണമെങ്കിൽ വിസ വേണ്ട, ടിക്കറ്റ് എടുത്ത് പോകാമായിരുന്നു. പക്ഷേ അതേസമയം മറ്റൊരുപാട് രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് വിസ വേണം. വിസ ഉണ്ടെങ്കിൽ മാത്രമേ ആ രാജ്യങ്ങളിൽ പോകാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ 30 രാജ്യങ്ങളിലേക്ക് വിസ വേണ്ട, 29 രാജ്യങ്ങൾ ഓൺ അറൈവൽ വിസ. അപ്പോൾ ഈ ഓൺ അറൈവൽ വിസ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നാൽ, ആ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഓൺ അറൈവൽ വിസയ്ക്കുള്ള കൗണ്ടർ ഉണ്ടായിരിക്കും. അവിടെ നമ്മളെ പാസ്പോർട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓൺ അറൈവൽ വിസ എന്ന് പറഞ്ഞൊരു സാധനം സ്റ്റാമ്പ് പേപ്പർ അടിച്ചു തരും. പിന്നെ അത് വെച്ചുകൊണ്ട് നമുക്ക് അതൊരു ക്യൂവിൽ നിൽക്കുന്ന ഒരു സമയത്തിൻ്റെ പ്രശ്നമേ ഉള്ളൂ, വേറൊരു വിഷയമില്ല. 30 രാജ്യങ്ങളിലേക്ക് വിസ വേണ്ടേയും ധാനം. അത് ഭൂട്ടാൻ, ഇറാൻ, ജമൈക്ക, കസാക്കിസ്ഥാൻ, ഫിലിപ്പൈൻസ്, ബ്രിട്ടീഷ് ദ്വീപുകൾ, കുക്കു ദ്വീപുകൾ, ഫിജി തുടങ്ങിയ അത് ലിസ്റ്റ് കിട്ടും. ഇങ്ങനെ ഒരു 59ഓളം രാജ്യങ്ങളിലേക്ക് ഇനി പോകാനായിട്ട് ഇത് വേണ്ട. കാരണം നമ്മളുടെ ഈ ലോകരാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകളുടെ ഈ റാങ്കിങ് ലിസ്റ്റൊക്കെ ഉണ്ട്, ഏതൊക്കെ രാജ്യങ്ങളിൽ പോകാൻ. അതാണ് ഇൻഡെക്സ്, ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് 85 സ്ഥാനത്തായിരുന്നു ഇന്ത്യ കിടന്നത്, ഇപ്പോൾ 77 സ്ഥാനത്തേക്കായി. ഇനിയും അത് മുകളിലോട്ട് പോകും തോറും ഒരുപാട് രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ പോകാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ടൂറിസ്റ്റ് കാര്യങ്ങൾ, ബിസിനസ് ആവശ്യങ്ങൾ, ചികിത്സയ്ക്ക് പോകുന്നവർ, പഠനത്തിന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ പോകുന്നവരാണ് മലയാളികൾ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ധാരാളമായി മലയാളികൾ സഞ്ചരിക്കുന്നവരാണ്. അപ്പോൾ എന്തായാലും 59 രാജ്യങ്ങളിലേക്ക് നമുക്കിനി വിസ കൂടാതെ പോകാൻ കഴിയും. മോഡി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്ന രാഷ്ട്രതലത്തിൽ, ഇന്ത്യയിൽ നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അന്താരാഷ്ട്ര തലത്തിലേക്കുള്ള ഇത്തരം അംഗീകാരങ്ങൾ ഇന്ത്യയെ തേടിയെത്തുന്നത് വലിയ കാര്യമാണ്. കാര്യം ഇന്ത്യ ഒരു ശക്തിയാവുകയാണെന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ശക്തിയാവുന്നു എന്നുള്ള കാര്യം ലോകമാകെ അംഗീകരിച്ചു വരുന്നു എന്നുള്ളതിന് തെളിവാണ്. അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ 3-ാം സ്ഥാനത്തേക്ക് കയറുവാനുള്ള ജർമ്മനിയും ജപ്പാനും ഒക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് 3-ാം സ്ഥാനത്തേക്ക് കടക്കുവാനുള്ള, GDP-യിൽ 3-ാം സ്ഥാനത്തേക്ക് കടക്കുവാനുള്ള ശ്രമമാണ്. അതിൻ്റെ തലത്തിൽ, ആഗോളതലത്തിൽ നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങളുടെ കൂടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഹെൽത്തി പാസ്പോർട്ട് ഇൻഡെക്സിൽ നിന്ന് പ്രകാരം നമുക്ക് ഒരുപാട് രാജ്യങ്ങൾ, 59 രാജ്യങ്ങൾ സഞ്ചരിക്കാൻ കഴിയും. സ്വാഭാവികമായി നമുക്ക് അവിടെ പോകാനും അവിടെ തൊഴിൽ കണ്ടെത്താനും ഒക്കെ ഉള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ എന്തായാലും വളരെ നല്ല വാർത്തകളാണ് നമുക്ക് ഓരോ ദിവസവും ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും 59 രാജ്യങ്ങളിൽ പോകാൻ കഴിയുന്നു എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഒരുപാട് സഞ്ചാരികളാണ്, ടൂറിന് പോകുന്നവരാണ്, ബിസിനസ് ആവശ്യങ്ങൾക്ക് പോകുന്നവരാണ്, ചികിത്സയ്ക്ക് പോകുന്നവരാണ്. ഒരുപാട് മാത്രമല്ല, ഈ രാജ്യങ്ങളിലൊക്കെ മലയാളിയുടെ ഏതെങ്കിലും ഒരു ബന്ധു അല്ലെങ്കിൽ സുഹൃത്ത് കാണും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പോകുന്നതിന് വിസ അടിക്കുക, പിന്നെ അതിൻ്റെ പൈസ, അതിൻ്റെ നടപടിക്രമങ്ങൾ, ഇതൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യം, ഇപ്പോൾ വല്ല കോൺസുലേറ്റിൽ കൊടുക്കണം, പിന്നെ ഇപ്പോൾ ചെന്നൈയിലാണ് കോൺസുലേറ്റ്, പിന്നെ അവിടെ നിന്ന് അത് അടിച്ചു വരണം, അതിൻ്റെ സമയം, പിന്നെ അതിൻ്റെ ഫീസുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അതിൻ്റെ തട്ടിപ്പുകൾ, പരിപാടികളൊക്കെ ഉണ്ട്. ട്രാവൽ ഏജൻറ്റുകൾ പലരും തട്ടിപ്പ് നടത്തുന്നവരുണ്ട്. എല്ലാത്തിനും ഒരു ഒഴിവ് വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാം മാറിയിരിക്കുകയാണ്. 59 രാജ്യങ്ങളിലേക്ക് പോകാൻ വിസ വേണ്ട. 30 രാജ്യങ്ങളിലേക്ക് 30 രാജ്യങ്ങളിൽ പോകാൻ വിസ, ഒരു പേപ്പറും വേണ്ട, പാസ്പോർട്ട് മാത്രം മതി, ടിക്കറ്റും. അതേസമയം 29 രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ഓൺ അറൈവൽ വിസ കിട്ടും. അവിടെ ചെന്ന് പാസ്പോർട്ടും ടിക്കറ്റും കാണിച്ചാൽ ഉടൻ തന്നെ കൗണ്ടറിൽ നിന്ന്, പല കൗണ്ടറുകൾ കാണും, ആ എയർപോർട്ട് കൗണ്ടറിൽ നിന്ന് തന്നെ നമുക്ക് ഓൺ അറൈവൽ വിസ അപ്പോൾ തന്നെ നമുക്ക് അടിച്ചു തരും. അപ്പോൾ വളരെ മനോഹരമായി നമുക്ക് ഈ കാര്യങ്ങൾ, രാജ്യങ്ങളിലേക്ക് പോകാനുള്ളൊരു സഞ്ചാരത്തിനുള്ള വഴി തുറന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷ് കുളങ്ങരയ്ക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കും സഞ്ചരിക്കാം എന്നുള്ളൊരു സ്ഥിതി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ലോകം കാണാൻ മലയാളിക്ക് കൂടുതൽ അവസരമുണ്ടാകുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ വാർത്തയാണ്.